മണമ്പൂർ മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് അന്തർദേശീയ യോഗ ദിനമാണ്. ലോകമെമ്പാടും യോഗാഭ്യാസത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും യോഗ ആസന ഡെമോൺസ്ട്രേറ്റുകളും ഒക്കെ ലോകമെമ്പാടും നടന്നു കൊണ്ടിരിക്കുന്ന ഒരു സുദിനമാണിന്ന്. ലോകത്ത് ആകവെ യോഗയുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സുദിനമാണ്. ലോക സമാധാനത്തിന് യോഗ ഒരു മുതൽക്കൂട്ടാണെന്ന് ലോകം അംഗീകരിച്ചതിൻ്റെ ഒരു സുദിനമാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കലാണ്. അപ്പോൾ നമ്മൾ എന്തുമാത്രം ഈ വിഷയമായി അടുത്തിട്ടുണ്ടെന്നും അത് ജീവിതത്തിൽ ഈ യോഗം എത്ര സ്വാംശീകരിച്ചിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് പുനർവിചിന്തനത്തിന് വിധേയമാക്കാവുന്ന ഒരു സുദിനം കൂടിയാണ്. ഇപ്പോൾ ഞാനൊരു യോഗ മാസ്റ്ററാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ യോഗാഭ്യാസം നാട്ടിലും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് പോയി പഠിപ്പിക്കാനുള്ള അവസരം ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ യോഗാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഇത് ഒരുതരം പുച്ഛത്തോടു കൂടിയായിരുന്നു ആൾക്കാർ ഇതിനെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിനോട് പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിനോട് വളരെയേറെ ആഭിമുഖ്യം കാണിക്കുന്നുണ്ട്. അത് വളരെയേറെ സന്തോഷപ്രദമാണ്. ഇത്രയും വർഷമെടുത്തു ഇത് നമ്മെ അന്ന് പുച്ഛിച്ചിട്ടുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ ഇതുമായിട്ട് വളരെ അടുത്ത് വന്നിരിക്കുന്നു. അവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരുപക്ഷെ പലരും എന്നെ പുച്ഛിച്ചിരുന്ന പലരും തന്നെ എന്നേക്കാൾ കുറച്ചും കൂടി താല്പര്യം ഉള്ളവരായി മാറിയിട്ടുണ്ടോ എന്നുകൂടി എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാനുള്ള ഒരു സംഗതി വാസ്തവത്തിൽ യോഗം എന്താണ് എന്നുള്ളത് ആണ്. അതായത് യോഗം എന്ന് പറയുന്നത് നമുക്ക് ഒരാളിന് മറ്റൊരാളിലേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. യഥാർത്ഥ യോഗം പ്രകടന വിധേയം അല്ല. ഇത് ഞാൻ ആവർത്തിച്ച് പറയാറുള്ള ഒരു സംഗതിയാണ്. കാരണം യോഗം എന്താണെന്നും ആസനം എന്താണെന്നും ഉള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അതങ്ങനെ പറയുന്നത്. അപ്പോൾ യോഗം എന്ന് പറയുന്നത് യൂണിയൻ ഓർ കമ്മ്യൂണിയൻ. ഇറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് ദ ഇൻഡിവിജ്വൽ സെൽഫ് വിത്ത് ദ സുപ്രീം സെൽഫ്. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തിനാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സംഗതിയല്ല. അപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് പിന്നെ എന്താണ്? അപ്പോൾ നമ്മൾ കുറച്ച് ആസനം ചെയ്തിട്ട് അത് യോഗം ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. കാരണം ആസനം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരാളിന് മറ്റൊരാളിലേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, അത് ചെയ്ത് കാണിക്കാൻ പറ്റും. പക്ഷേ യോഗം എന്ന് പറയുന്നത് അത് ആർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അതൊരു എക്സ്പീരിയൻസാണ്, അതൊരു അനുഭവമാണ്. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ്. പക്ഷേ ആദ്യം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആസനങ്ങളിൽ കൂടി തന്നെയാണ് യോഗം എന്ന ആ സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ പ്രാണായാമം എന്ന വിഷയത്തിൽ കൂടി തന്നെയാണ് ആ യോഗം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഈ ഒരു സുദിനത്തിൽ നമ്മൾ ഒരുപാട് ഞാൻ എല്ലായ്പ്പോഴും കൂടുതൽ ഇങ്ങനെ സംസാരിക്കുകയാണ് പതിവ്. ഇത്തവണ കുറച്ച് എന്തെങ്കിലും പ്രാണായാമം അല്ലെങ്കിൽ ആസനം എന്തെങ്കിലും ലളിതമായിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് അല്പമെങ്കിലും ഒന്ന് കാണിച്ചു തരണം എന്നും കൂടി ഞാൻ പ്രത്യാശിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ലളിതമായിട്ടുള്ള ഒരു പ്രാണായാമം എങ്ങനെ അഭ്യസിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഒരു ലഘു പ്രാണായാമമാണ്. നമ്മൾ കാലുകളെല്ലാം മടക്കി സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മളുടെ ഈ ചൂണ്ടുവിരലും
മധ്യവിരലും സാവകാശം മടക്കുക. അതിനുശേഷം ഈ തള്ളവിരൽ കൊണ്ട് മൂക്കിൻ്റെ വലത്തെ ദ്വാരം അടയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വളരെ സ്റ്റഡിയായിട്ട് ഇരുന്നതിന് ശേഷം കണ്ണുകൾ സാവധാനം അടച്ചിട്ട് ഇടതേ മൂക്കിൻ ദ്വാരത്തിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ഇടതേ മൂക്കിൻ ദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. തുടർന്ന് അതേ ശ്വാസം ഇടതേ മൂക്കിൻ ദ്വാരത്തിൽ കൂടി തന്നെ പുറത്തേക്ക് വിടുക. വളരെ സാവകാശം ഒഴുക്കി വിടുക. വീണ്ടും ഇടതേ മൂക്കിൻ ദ്വാരത്തിൽ കൂടി ശ്വാസം വീണ്ടും വലിക്കുക. വളരെ സാവധാനത്തിൽ, സമാധാനത്തിൽ, താളാത്മകമായി ആ ശ്വാസത്തെ പുറത്തേക്ക് ഒഴുക്കി വിടുക. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ ശ്വാസം, നമ്മുടെ ശ്രദ്ധ എപ്പോൾ ആ ശ്വാസത്തിൽ തന്നെ ആയിരിക്കണം. വീണ്ടും ശ്വാസം വീണ്ടും വലിക്കുക, വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ 6 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിടുക. അതിനുശേഷം ഇടത്തെ മൂക്കിൻ ദ്വാരം അടയ്ക്കുകയും വലതേ മൂക്കിൻ ദ്വാരം സാവകാശം തുറക്കുകയും ചെയ്തിട്ട് ഇതേപോലെ ഇടതേ മൂക്കിൽ ചെയ്ത അതേപോലെ 6 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും സാവകാശം വിടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതൊരു 6 പ്രാവശ്യം ഇടതേ മൂക്കിലൂടെയും 6 പ്രാവശ്യം വലതേ മൂക്കിലൂടെയും ശ്വാസത്തെ വലിക്കുകയും വിടുകയും ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു റൗണ്ടായി. അതേപോലെ നിങ്ങൾക്ക് 3 റൗണ്ട് ഇതേപോലെ ചെയ്യാം. ഇതിനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെടും, വല്ലാത്ത ഒരു ശാന്തി അനുഭവപ്പെടും. നിങ്ങൾക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും, ഏതൊരു പ്രതിസന്ധിയും, ലോകം മുഴുവനും നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും നിങ്ങളുടെ വശത്ത് സത്യമുണ്ടെങ്കിൽ ആ സത്യത്തോട് ചേർന്ന് നിന്ന് എന്തിനേയും തരണം ചെയ്യാനുള്ള ഒരു അസാമാന്യ കഴിവ് നിങ്ങൾക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ പ്രാണായാമം രാവിലെയും വൈകുന്നേരവും ഒഴിഞ്ഞ വയറ്റിൽ ഇത് എല്ലാവർക്കും, ഏത് രോഗമുള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ നിബന്ധനകളും ഇതിനില്ല. അപ്പോൾ ആസനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട്. ശാരീരികമായ വൈഷമ്യങ്ങൾ ഉള്ളവർക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല. പ്രാണായാമത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് ശാരീരിക അവസ്ഥ ഉള്ളവർക്കും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് 11 നിലകളുണ്ട്. അപ്പോൾ 11 നിലകളുള്ള സൂര്യ നമസ്കാരം എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഏതാണ്ട് 88 മൂവബിൾ ജോയിൻസ് ശരീരത്തിലുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഈ 88 മൂവബിൾ ജോയിൻസിനും എക്സസൈസ് കിട്ടുന്നതാണ് സൂര്യ നമസ്കാരം. അപ്പോൾ ഒരു മന്ത്രം എന്നുണ്ട് എല്ലാവർക്കും അറിവുള്ളതാണ്. ഓം സൂര്യായ നമഃ എന്ന മന്ത്രം ചൊല്ലിയിട്ടാണ് സൂര്യ നമസ്കാരത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ, എനർജി സർക്കുലേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി. സോ ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്ന എങ്ങനെ നോക്കാം. കാലുകൾ ചേർത്ത് വെച്ച് ഷോൾഡർ പുറകിലേക്ക് നീക്കി ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ആണ് നമ്മൾ ഈ മന്ത്രം ചെയ്യുന്നത്. ഓം സൂര്യായ നമഃ. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് കൈകൾ ശ്വാസം വലിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർത്തി പുറകോട്ട് അതിന് എക്സൈൽ ചെയ്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് വരിക. ഇനി ശ്വാസം വലിച്ചുകൊണ്ട് വലത് കാൽ പുറകോട്ട് വരുത്തുക. അടുത്തത് ഇടത് കാലിൽ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് പുറകിലേക്ക് കൊണ്ടുപോകുക. ഇതിനെ ബ്രിഡ്ജ് പോസ് എന്ന് പറയും. ഇനി ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം മുട്ട്, നെഞ്ച്, നെറ്റി എന്നീ ഭാഗങ്ങൾ തറയിൽ തൊടുവിച്ച് വയ്ക്കുക. ഇതിനെ ചതുരംഗ ദണ്ഡാസനം എന്ന് പറയും. ഇനി ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് വലിക്കുക.
ഇത് ഭുജംഗാസനം എന്ന് പറയും. ഇനി ശ്വാസം വിട്ടുകൊണ്ട് പറയാൻ ശ്വാസം വലിച്ചുകൊണ്ട് വലത് കാലം മുന്നോട്ട്, ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാലം മുന്നോട്ട്, ശ്വാസം വലിച്ചുകൊണ്ട് കൈകൾ വരുത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴെ കൊണ്ടുവരിക. വീണ്ടും ശ്വാസം വലിച്ചിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ കൈപ്പത്തികൾ ചേർത്ത് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. മന്ത്രം ജപിക്കുക. ഓം സൂര്യായ നമഃ. ശ്വാസം വലിച്ചുകൊണ്ട് കൈകൾ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് കുനിയുക. ശ്വാസം വലിച്ചുകൊണ്ട് ഇടതുകാലം പുറകോട്ട്, തുടർന്ന് വലതുകാലം പുറകോട്ട്, പിന്നീട് ശ്വാസം വിട്ടുകൊണ്ട് താഴുക. നെഞ്ച്, നെറ്റി, മുട്ട്, കാൽപ്പത്തി, കൈപ്പത്തി എന്നിവ തറയിൽ തൊടിച്ചിരിക്കുക. ഇൻഹേൽ കോബ്ര. ശ്വാസം വലിച്ചുകൊണ്ട് കോബ്ര പോസ്, ഭുജംഗാസനം. എക്സൈൽ ട്രയാങ്കിൾ. ഇൻഹേൽ ശ്വാസം വലിച്ചുകൊണ്ട് ഇടത് കാലം മുന്നോട്ട്, ശ്വാസം വിട്ടുകൊണ്ട് വലത് കാലം മുന്നോട്ട്. ഇൻഹേൽ ശ്വാസം വലിച്ചുകൊണ്ട്, എക്സൈൽ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക. ഒരു പ്രാവശ്യം കൂടി മന്ത്രം ജപിക്കുക. ഓം സൂര്യായ നമഃ. ഇങ്ങനെയാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നത്. ഈ സൂര്യ നമസ്കാരം ശാരീരികമായ വൈഷമ്യങ്ങൾ, നടുവേദന ഒക്കെ ഉള്ളവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. ചിലപ്പോൾ അത് മറ്റ് ശാരീരികമായ അസ്വസ്ഥതകൾക്കെല്ലാം കാരണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശം വളരെ പ്രധാനമാണ്. ഈ അന്തർദേശീയ യോഗ ദിനം ഒരു മഹത്തായ സംരംഭമാണ്. ഇത് എല്ലാവരും ഇന്നത്തെ ദിവസം ഇന്ന് തന്നെ ആസനങ്ങളും പ്രാണായാമങ്ങളും ഒക്കെ കഴിയുന്നത്ര ചെയ്തു തുടങ്ങാൻ ഈ ഒരു സന്ദർഭം പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും 8ാമത് അന്തർദേശീയ യോഗദിന ആശംസകൾ നേരുന്നു. നമസ്തേ.